ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇജുസോണിക് ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ടേമിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്നുള്ള കാര്യം നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോൾ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ ഡയഗ്രാമും അതേപോലെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യണേ. ഇനി അടുത്തതാണ് യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്, അതേപോലെ റീവെർബറേഷൻ, ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ അറിയോ, ജസ്റ്റ് നിങ്ങളൊന്ന് ഓസിലേഷനും പീരീഡ് ഫ്രീക്വൻസി, അതേപോലെ തന്നെ റിഫ്ലക്ഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, എക്കോ, പിന്നെ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, വേവ് മോഷൻസ്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക ചെറുതായിട്ട് കേട്ടോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇനി നമുക്ക് ചാപ്റ്റർ 2ലേക്ക് നോക്കാം. ചാപ്റ്റർ 2 കോൺവെക്സ് ആൻഡ് കോൺകേവിന്റെ റേ ഡയഗ്രാം ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടിനെയും ടേബിൾ അറ്റ് 2Fലാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ഇമേജ് ഫോർമേഷൻ, അപ്പോൾ അത് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ആ ടേബിൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ മൈക്രോസ്കോപ്പ് ചിലപ്പോൾ ഡയഗ്രാം വരയ്ക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെൻസ് ഇക്വേഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് വരാം. ഇനി നമ്മൾ വേവ് മോഷനിൽ ടൈപ്സ് ഓഫ് വേവ്സിൽ സിസ്മിക്, സൗണ്ട് വേവ്സ്, അങ്ങനെയൊക്കെ ഏത് ടൈപ്പിലാണ് അവർ എന്താ പറയുക ഉൾപ്പെടുക എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ലെൻസസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, കാർട്ടീസിയൻ സൈൻ കൺവെൻഷൻ, അത് നോക്കി വെക്കുക. പവർ ഓഫ് ലെൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്ര ഡേയ്സ്, താങ്ക്സ്.